ഊരകം മല. മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് ഊരകം മല. മലപ്പുറം ടൗണിൽ നിന്നും 12 കിലോമീറ്റർ ദൂരത്ത് വേങ്ങരക്കടുത്താണ് ഊരകം മല സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ പ്രദേശത്തുകാർ ഊരകത്തെ മല എന്നർത്ഥത്തിൽ ഊരോത്ത് മല എന്നാണ് വിളിക്കുന്നത്. ഊരകം, കണ്ണമംഗലം, വേങ്ങര എന്നീ പഞ്ചായത്തുകളിലായി പരന്നു കിടക്കുന്നു ഇത്. വേങ്ങര ചേറൂർ പൂളാപ്പീസ് വഴി പുള്ളിക്കല്ലിൽ നിന്ന് ഊരകം മലമുകളിലേക്ക് 4 കിലോമീറ്റർ ദൂരവും കൊണ്ടോട്ടിയിൽ നിന്നും 10 കിലോമീറ്റർ കോളനി റോഡ് വഴിയും ഇവിടെ എത്താം. ദിനേനെ ധാരാളം പേരാണ് വിനോദത്തിനും പഠനത്തിനും വേണ്ടി ഈ മലയിൽ എത്തിച്ചേരുന്നത്. പരിസരത്തെ റോഡുകളിലൂടെ വലിയ വലിയ ലോറികൾ നിരന്തരമായി കടന്നു പോകുന്നതിനാൽ രൂപപ്പെട്ട റോഡിലെ മഹാകുഴികൾ ഓഫ് റോഡ് പ്രേമികൾക്ക് പ്രത്യേകം ആനന്ദം നൽകും. ഈ മലയുടെ ഒരു ഭാഗമായി കൊണ്ടോട്ടി നെടിയിരുപ്പിലെ അരിമ്പ്ര മലയോട് ചേർന്ന് നിലകൊള്ളുന്ന മനോഹാരിത പ്രദേശമാണ് മിനി ഊട്ടി. ഇവിടെ വളരെ കൂടുതലായി ആസ്വാദകർ വന്നെത്തുന്നു. മലബാറിൻ്റെ ദൃശ്യഗോപുരമാണ് ഊരകം മല. ഊരകം മലയുടെ നേർ മറുവശം കൊണ്ടോട്ടി, അരിമ്പ്ര, പൂക്കോട്ടൂർ എന്നിവയാണ്. മലമുകളിൽ അതിപുരാതനമായ 200 വർഷത്തിലേറെ പഴക്കമുള്ള ജൈനമത ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അത് പൗരാണിക ക്ഷേത്രമായി സംരക്ഷിച്ചു പോരുന്നു. മലമുകളിൽ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും നോക്കിയാൽ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ വ്യക്തമായ ദൃശ്യവും വിമാനങ്ങൾ നീലവിഹായസിലേക്ക് പറന്നുയരുകയും താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നത് മനോഹരമായി കാണാം. മലബാർ കലാപകാലത്ത് പോരാളികൾ ഒളിത്താവളമായി ഉപയോഗിച്ചിരുന്നത് ഊരകം മലയായിരുന്നു. ഊരകം മലയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പൂള അഥവാ കപ്പ ധാരാളമായി കൃഷി ചെയ്യുകയും കയറ്റി അയക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ മലയുടെ അടുത്തുള്ള കയറ്റുമതി കേന്ദ്രം എന്ന നിലയിൽ അവിടെ പൂളാപ്പീസ് എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. ഈ ചരിത്രഖ്യാതിയും ഇതിന് നിലനിൽക്കുന്നു. മലപ്പുറം ജില്ലയിലേക്കും പരിസര ജില്ലകളിലേക്കും റോഡ് നിർമ്മാണത്തിനും മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ധാരാളം കരിങ്കൽ കോറികൾ കാരണം ഊരകം മലയുടെ മനോഹാരിതയെ മാത്രമല്ല അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. അശാസ്ത്രീയമായ ഇത്തരം കടന്നുകയറ്റങ്ങൾ മഹാനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്ന് തീർച്ച. കേരളത്തിലെ പ്രശസ്തമായ കടലുണ്ടിപ്പുഴ, ചാലിയാർ പുഴ എന്നിവയെക്കുറിച്ചുള്ള വളരെ മനോഹരമായ വീഡിയോകൾ ഈ ചാനലിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാന്യ പ്രേക്ഷകർ വീക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെ നന്ദി.